നമസ്കാരം. കഥാലോകം 360ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാമായണത്തിലെ വളരെ മനോഹരമായ ഒരു കഥയിലേക്കാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അതെ, സീതാസ്വയംവരം. അതെ, സീതാസ്വയംവരം. മിഥിലയിലെ ജനക മഹാരാജാവും അദ്ദേഹത്തിന്റെ മകൾ സീതയും പിന്നെ ആ പ്രസിദ്ധമായ ശിവധനുസ്സും, ഇതൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളല്ലേ? ശരിയാണ്. രാമായണത്തിലെ ഏറ്റവും നാടകീയമായ, അതേസമയം ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരു സന്ദർഭം തന്നെയാണിത്. വെറുമൊരു കല്യാണാലോചന എന്നതിനേക്കാൾ ധർമ്മം, വീര്യം, പിന്നെ വിനയം, ഇതിന്റെയൊക്കെ ഒരു കൂടിച്ചേരലാണ് ജനകൻ ഒരുക്കിയ ആ സ്വയംവരം. ശരിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ജനകരാജാവ് തന്റെ മകൾ സീതയുടെ വിവാഹത്തിന് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അത് സാധാരണ ഒരു പന്ത്യമൊന്നുമല്ലായിരുന്നു. അല്ല. ഭഗവാൻ ശിവന്റെ ആ വലിയ വില്ല്, പിനാകം, അതെടുത്ത് ഞാൺ കെട്ടണം. അതായിരുന്നു വ്യവസ്ഥ. അതെ, ആ വില്ലിന് അതിൻ്റേതായൊരു ചരിത്രമുണ്ട്. അത് വെറുമൊരു ആയുധമല്ല, ഒരു ദൈവീക ശക്തിയുടെ പ്രതീകം കൂടിയാണ്. ജനകന്റെ പൂർവികർക്ക് കിട്ടിയതാണ് ആ വില്ല്. അതിനെ വർണ്ണിക്കുന്നത് തന്നെ മലകളെയും കൊടുങ്കാറ്റിനെയും ഒന്നും കൂസാത്ത ഭാരമുള്ള, ഭയങ്കര ശക്തിയുള്ള ഒന്നായിട്ടാണ്. ഓഹോ. അപ്പോ ഈ വ്യവസ്ഥ വെച്ചതിലൂടെ ജനകൻ എന്താണ് ശരിക്കും അളക്കാൻ നോക്കിയത്? വെറും എന്നാ പറയാ, ശാരീരിക ശക്തി മാത്രമായിരുന്നോ? അതൊരു ചോദ്യമാണ്. അതൊരു നല്ല പോയിന്റാണ്. കാരണം ഒരുപാട് പേര് വന്നല്ലോ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വീരന്മാര്, രാജാക്കന്മാര് എല്ലാവരും വന്നു. പലരും വലിയ ശക്തന്മാരായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായത്? ആർക്കും ആ വില്ലൊന്ന് അനക്കാൻ പോലും പറ്റിയില്ല. ശരിയാണ്. പലരും ശ്രമിച്ചു, പരാജയപ്പെട്ടു, നാണം കെട്ട് മടങ്ങിപ്പോയി എന്നുവരെ പറയുന്നുണ്ട്. ആ സദസ്സിൽ ആകെ ഒരു നിരാശ പടർന്നു കാണണം. തീർച്ചയായും. അപ്പോഴാണ് കഥയുടെ ഗതി മാറ്റിക്കൊണ്ട് അയോധ്യയിലെ രാജകുമാരൻ ശ്രീരാമൻ വരുന്നത്. അതെ, ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിക്കുമൊപ്പം വളരെ ശാന്തനായിട്ട്. ആ വരവ് തന്നെ ശ്രദ്ധേയമാണ്. പലരും പറയുന്നുണ്ട്, രാമൻ കടന്നു വന്നപ്പോൾ ആ സദസ്സിലൊരു പ്രത്യേക നിശബ്ദത പരന്നുവെന്ന്. ശരി. എന്നിട്ട് വിശ്വാമിത്രന്റെ അനുമതി കിട്ടിയപ്പോൾ രാമൻ മുന്നോട്ട് വന്നു. എല്ലാവരും ഉറ്റുനോക്കുകയാണല്ലേ? അതെ. രാമനാദ്യം ആ വില്ലിനെ വളരെ ആദരവോടെ വന്ദിച്ചു. എന്നിട്ട് ഒരു കളിക്കോപ്പ് എടുക്കുന്ന പോലെ ഇടതു കൈകൊണ്ട് അതെടുത്തു ഉയർത്തി. ആ ലാഘവം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ വെറും മസിൽ പവർ മാത്രമല്ല, ഒരു ആന്തരികമായ യോഗ്യത, ഒരു ശാന്തത, ആത്മവിശ്വാസം, അതോടൊപ്പം ആദരവും, അതൊക്കെ കാണാം. എന്നിട്ട് വില്ല് കുലയ്ക്കാൻ നോക്കുമ്പോൾ ഞാൺ വലിച്ചു കെട്ടുന്നതിനിടയ്ക്ക് വലിയൊരു ശബ്ദത്തോടെ തറടടം എന്ന് അത് രണ്ടായിട്ട് ഒടിഞ്ഞു വീണു. അതെ, ആ ശബ്ദം ആകാശത്തിലും ഭൂമിയിലുമൊക്കെ മുഴങ്ങിക്കേട്ടുവെന്നാണ് പറയുന്നത്. അതുവരെ ആർക്കും ഒന്ന് തൊടാൻ പോലും പറ്റാതിരുന്ന വില്ലാണ്. അതെ, എല്ലാവരും ഞെട്ടിത്തെരിച്ചുപോയി കാണും. തീർച്ചയായും. ജനകരാജാവിന്റെ മുഖത്ത് അതുവരെയുണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറി ഒരു ആശ്വാസം, സന്തോഷം. പിന്നെ സീതയുടെ മുഖത്ത് ആ ഒരു ആനന്ദം, ലജ്ജ, അതൊക്കെ നമുക്ക് ഊഹിക്കാം. ശരിയാണ്. അത് വെറുമൊരു വിവാഹ നിശ്ചയമായിരുന്നില്ല. അതൊരു ദൈവികമായ കൂടിച്ചേരലായിരുന്നു. തീർച്ചയായും. ഭൂമിദേവിയുടെ അവതാരമായി കാണുന്ന സീതയും ധർമ്മത്തിന്റെ പ്രതീകമായ ശ്രീരാമനും ഒന്നിക്കുകയാണ്. ഒരു വിശുദ്ധമായ ബന്ധത്തിന്റെ തുടക്കം. അപ്പോൾ ഈ കഥയിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് കിട്ടുന്നൊരു പാഠം അല്ലെങ്കിൽ ഒരു ചിന്ത? നല്ല ചോദ്യമാണ്. ഈ സ്വയംവരം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം വെറും ശക്തിക്ക് തനിയെ വലിയ കാര്യമില്ല എന്നതാണ്. രാമന്റെ വിജയം അദ്ദേഹത്തിന്റെ ശക്തി മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിനയം, ധർമ്മബോധം, അശാന്തമായ സമീപനം, ഇതെല്ലാം അതിൽ പങ്കുവഹിച്ചു. അതായത് വലിയ ശക്തിയും അതിനൊത്ത സൗമ്യതയും ധാർമ്മികതയും ഒന്നിക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു സംരക്ഷണം, ഒരു ബാലൻസ് ഒക്കെ ഉണ്ടാവുന്നത് എന്നൊരു വലിയ തത്വം ഇതിലുണ്ട്. ശരിയാണ്. ആ ഒരു സംതുലിതാവസ്ഥ, ശക്തിയും സൗമ്യതയും ചേരുന്നത്. ഒരുപക്ഷേ അതാണ് ഈ കഥയുടെ കാതൽ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സ്വയംവരം വെറുമൊരു പുരാണ കഥയല്ല, ഒരുപാട് ചിന്തിക്കാൻ വക നൽകുന്നുണ്ട്. അതെ. ഓരോ തവണ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് അത്രയും വീരന്മാർ പരാജയപ്പെട്ടിട്ടും രാമന് മാത്രം അത് സാധിച്ചത്? ആ ചോദ്യം തന്നെ നമ്മളെ പല ചിന്തകളിലേക്കും കൊണ്ടുപോകും. എന്തായാലും ഈ ഭാഗം നമ്മളിന്ന് സംസാരിച്ചതിൽ വളരെ സന്തോഷം. വീര്യമെന്നു പറയുന്നത് ശാരീരികം മാത്രമല്ല, മാനസികവും ധാർമ്മികവുമായ ഒന്നാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷം. നമ്മൾ കണ്ടില്ലേ, ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതും പ്രധാനമാണ്.
ഒരുപക്ഷേ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഒരു ചിന്ത ഈ സ്വയംവരത്തിൽ തോറ്റുപോയ വീരന്മാരുടെ മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കുമെന്നതാണ്. അതും ഒരുപാട് ആലോചിക്കാൻ ഇടം നൽകുന്ന ഒന്നാണല്ലേ? തീർച്ചയായും വളരെ രസകരമായ ഒരു ചിന്തയാണത്. ഇതുപോലുള്ള കൂടുതൽ രാമായണ കഥകളും മറ്റു പൗരാണികമായ അറിവുകളുമൊക്കെ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ കഥാലോകം 360 എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ പുതിയ കഥകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതെ. അപ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്ന പുതിയ കഥകളുമായി ഞങ്ങൾ വീണ്ടും വരാം. നന്ദി. നന്ദി. വീണ്ടും കാണാം.